ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ നോമ്പിന്റെ 38ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് ആദ്യ വചനം തന്നെ പറയുന്നത്. ശിഷ്യന്മാർക്ക് ഈശോനാഥൻ കൊടുക്കുന്ന ഒരു വലിയ ഉപദേശമാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്റെ നാമത്തെ പ്രതി അനേകർ നിങ്ങളെ പീഡിപ്പിക്കുകയും ന്യായാധിപ സംഘങ്ങളിലേക്കും സിനഗോഗുകളിലേക്കും നിങ്ങളെ വലിച്ചിഴക്കുകയും നിങ്ങളെ മർദ്ദിക്കുകയും എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. എന്തു പറയും, എങ്ങനെ പറയും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പരിശുദ്ധാത്മാവായ ദൈവം ആ നിമിഷം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. പ്രിയമുള്ളവരെ, ഇന്ന് ആധുനിക ലോകത്ത് കത്തോലിക്കരായ നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള ചിന്തകളുമായിട്ട് പല തിന്മയുടെ അവസ്ഥയുള്ള വ്യക്തികൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരാറുണ്ട്. തിരുവചനത്തെ കുറിച്ച് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെ കുറിച്ച് പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് പറയാൻ സാധിക്കാത്ത ചോദ്യങ്ങളുമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികൾ. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തിരുവചനത്തെ കുറിച്ച് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളില്ല. ദൈവവചനം പഠിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനം ജീവിക്കുകയും ചെയ്യുന്നവന്റെ മുൻപിലേക്ക് ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും പരിശുദ്ധാത്മാവായ ദൈവം തക്ക മറുപടി കൊടുക്കുവാനായിട്ട് അവന്റെ ബുദ്ധിയെയും അവന്റെ നാവിനെയും ശക്തിപ്പെടുത്തുന്നു. തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ കടന്നു വരും. അപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് കൊടുക്കുവാനുള്ള മറുപടി ദൈവം നിനക്ക് തരും. പ്രിയമുള്ളവരെ, വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, ഒരുവന്റെ ഭവനത്തിൽ നിന്ന് തന്നെ അവന് എതിർപ്പുകൾ ഉണ്ടാവുകയാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, നന്മയിൽ ജീവിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, നന്മ പറയാൻ, നീതി പറയുവാൻ, സത്യം പ്രവർത്തിക്കുവാനായി നീ ആരംഭിക്കുമ്പോൾ തിന്മയുടെ ദുരാത്മാക്കള് നിന്റെ മേൽ ആഞ്ഞടിക്കും. ഒരു കാര്യം ഉറപ്പിച്ചോളണം, അന്ധകാരമുള്ളിടത്തേക്ക് ഒരു പ്രകാശം, ഒരു മെഴുകുതിരി വെട്ടം വരുമ്പോൾ അന്ധകാരം മാറ്റപ്പെടും. ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തില് സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്. ഈശ്വനാഥൻ പറയുകയാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈശോ വളരെ ശക്തമായിട്ടാണ് തന്റെ ശിഷ്യന്മാർ പറയുന്നത്. ഈ വചനഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ്, പീഡകളുടെ കാലം. അവസാനം വരെ ജീവിതത്തിൽ സഹിച്ചു നിൽക്കുവാനായിട്ട്, ദൈവവചനത്തെ പ്രതി ജീവിതത്തില് പീഡകള് സഹിക്കുവാനായിട്ട് വചനം പറയുകയാണ്, എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, എന്ത് തന്നെ സംഭവിച്ചാലും ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനായിട്ട്, രക്ഷയുടെ നാമമായ യേശു നാമത്തെ മുറുകെ പിടിക്കുവാനായിട്ട്, ജീവിതത്തെ വിശുദ്ധിയുടെ പാതയിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ സാധ്യമാകണം. താപവഴിയുടെ ഈ 38ാമത്തെ ദിനം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ വചനത്തിൽ ആശ്രയിക്കുവാനായിട്ട്, കൂദാശകളിൽ ആശ്രയിക്കുവാനായിട്ട്, യേശു നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം, എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, താപവഴിയുടെ ഈ 38-ാം ദിനം എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.